അദ്ദേഹത്തെ ഇപ്പം ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരും, എൻ്റെ കൂടെ ഒരു 1.5 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ സ്റ്റക്കായിപ്പോയി. അദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇപ്പം മീഡിയയിൽ ഇങ്ങനെ വരുമെന്നോ ഒന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ഓർത്ത കാര്യമല്ല. ക്വാർട്ടർ ഫൈനലിൽ അടിച്ചു, ഇങ്ങനെ ടീമിൻ്റെ ടോപ്പിലേക്ക് കയറി വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ ഉണ്ടായൊരു സന്തോഷം എന്ന് വെച്ചാൽ അത് എന്നാ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സന്തോഷമായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചാൽ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തത്തില്ല. ഇത് അനേകർ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എയർടെൽ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിത് അടുത്ത ദിവസം തന്നെ ആദ്യം പറഞ്ഞ ടീമുമായിട്ട് ഗോവയ്ക്ക് പോവാം. IPL സഞ്ജു ചേട്ടൻ മാൻ ഓഫ് ദ മാച്ച് ആകുന്ന ഒരു കളി മാൻ ഓഫ് ദ മാച്ച് ആയാൽ ഓരോ തായ്ലൻഡ് ടിക്കറ്റ് നമ്മുടെ സ്റ്റാഫിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അവർ വിദേശയാത്ര ചെയ്യാത്തവരാണ് എല്ലാവരും. എന്നാ പറയുന്നത്, നമ്മുടെ ഒരു ചേട്ടനല്ല, നമ്മുടെ ഒരു അനിയൻ, നമ്മുടെ കുടുംബത്തിലെ ഒരാൾ വന്നിട്ട് പോയ അതേ ഫീലേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. വന്നപ്പം ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെയൊന്നുമില്ല. നമസ്കാരം. 2020 വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനൽ നേടുമ്പോൾ മലയാളി താരം സഞ്ജു സാംസണ് കട്ട സപ്പോർട്ട് ചെയ്ത ഒരു ആരാധകനുണ്ട്. കോട്ടയം പാമ്പാടിയിലെ ഫിയ ഗാർമെൻറ്റ്സിൻ്റെ ഉടമയായ നിതിൻ ബാബു. സഞ്ജു ഓരോ ഇന്നിങ്സിലും റൺ റേറ്റ് ഉയർത്തുമ്പോൾ സ്വന്തം കടയിലെ ജീവനക്കാർക്ക് സമ്മാനങ്ങൾ അദ്ദേഹം സന്തോഷം കൊണ്ട് നൽകുകയായിരുന്നു. ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ കളി കാര്യമായി മാറി. ഒടുവിൽ ആ വലിയ ആരാധകനെ നേരിൽ കാണുന്നതിനായി സഞ്ജു സാംസൺ നേരിട്ടെത്തി. നേരിൽ കാണണമെന്ന ആ ആഗ്രഹം ഉടനെയൊന്നും സാധിക്കില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് സഞ്ജുവിൻ്റെ നേരിട്ടുള്ള എൻട്രി. ഏതായാലും നിതിൻ ബാബുവും ആ കടയിലെ ജീവനക്കാരുമെല്ലാം ഏറെ സന്തോഷത്തിലാണ്. അങ്ങനെ ആ ആഗ്രഹം സഫലീകരിച്ചു അല്ലേ? തീർച്ചയായിട്ടും. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനൊരിക്കലും അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പറ്റും, എനിക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം കാണാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. ചിലപ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് വരുന്ന സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ ലൈഫിൽ സാധിക്കുമെന്നുള്ളിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പം ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരും, എൻ്റെ കൂടെ ഒരു 1.5 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും വീട്ടിലെ ഒരാളെ പോലെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ സ്റ്റക്കായിപ്പോയി. എന്നെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റരുന്ന്, ചേട്ടാ ഞാനാണോ വിളിക്കേണ്ടത്, ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. എൻ്റെ പേരറിയായിരുന്നു, എനിക്ക് ഓട്ടോഗ്രാഫ് തന്നു. അപ്പം എന്നോട് പേരൊന്നും ചോദിച്ചില്ല. എൻ്റെ അതല്ല എനിക്ക് ഭയങ്കര ഇതായി. എന്നോട് പറഞ്ഞു ഓട്ടോഗ്രാഫിനോട് പറഞ്ഞു ടീഷർട്ടിൽ ഇങ്ങനെ പിടിക്കാൻ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ പിടിച്ചത്. അപ്പോൾ പറഞ്ഞു ചേട്ടാ ശരിക്കും ഒന്ന് വലിച്ചു പിടിക്കും, ഇങ്ങനെ പിടിച്ചാലേ കറക്റ്റായിട്ട് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. കാരണം അദ്ദേഹം തരുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. അതായത് മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനപ്പോൾ നോക്കിയപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അത്രയും തിരക്കും ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു വീട്ടിൽ ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയോ? ഇല്ല, കുറച്ചേ കിട്ടിയുള്ളൂ, ചെന്നൈക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈസി ഒരു സമയത്ത് എന്നെ കാണാനായിട്ട്. അപ്പം ചേട്ടാ നിങ്ങളെപ്പോലെയുള്ളവരല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇപ്പം മീഡിയയിൽ ഇങ്ങനെ വരുമെന്നോ ഒന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ഓർത്ത കാര്യമല്ല. ശ്രീലങ്കയ്ക്കെതിരെ കളിക്കുന്ന നേരത്തെ ഒരു മാച്ചിൽ ഹസരംഗയുടെ 2-3 പ്രാവശ്യം ഔട്ടാകുന്നു. അങ്ങനെ ടീമിൽ നിന്ന് പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് മാറി വരുന്നു. അവസാന വൺഡേയിൽ സെഞ്ചുറി അടിച്ചിട്ട് പിന്നെ ടീമിൽ ചാൻസ് കിട്ടാൻ വരുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ വേൾഡ് കപ്പ് ടീമിൽ വരുമോ ഇല്ലയോ. ഫൈനലി ന്യൂസിലൻഡ് സീരീസിൽ 5 മത്സരങ്ങൾ ഔട്ടായപ്പം എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിക്കണം എന്നുള്ളത്. കാരണം വേൾഡ് കപ്പിൽ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അപ്പം നമുക്കത് ഒരിക്കലും സാധിക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണം, കുറേ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. വേൾഡ് കപ്പിൽ 2 മാച്ചിൽ കിട്ടി, ഒരു 22-24 വെച്ചിട്ട് അടിച്ചു. അപ്പം കോച്ചിങ് സ്റ്റാഫും ടീമും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് ഡഗ്ഔട്ടി വെച്ച്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇനി അവസരം കിട്ടുമല്ലോ എന്നൊരു ഫീൽ നമുക്കുള്ളിലുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ക്വാർട്ടറിൽ അടിച്ച് മാൻ ഓഫ് ദ മാച്ചായിട്ട്, കാരണം സഞ്ജുവിനെ കൊണ്ട് പറ്റത്തില്ല, അദ്ദേഹം ചെയ്യത്തില്ല, അദ്ദേഹത്തെ ടീമിലെടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നൊക്കെ ഇങ്ങനെ കുറേ കമൻസൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. അപ്പം ഇദ്ദേഹം ക്വാർട്ടർ ഫൈനലിൽ അടിച്ചു, ഇങ്ങനെ ടീമിൻ്റെ ടോപ്പിലേക്ക് കയറി വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ ഉണ്ടായൊരു സന്തോഷം എന്ന് വെച്ചാൽ അത് എന്നാ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സന്തോഷമായിരുന്നു. അന്ന് ശരിക്കും എനിക്ക് പകൽ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു, നല്ല ക്ഷീണിച്ചിട്ടിരുന്നാണ് കളി കണ്ടത്. പക്ഷേ എനിക്ക് 3 മണിയായിട്ട് ഉറങ്ങി. ഞാൻ ആ കമൻട്രി ഫുള്ള് കണ്ടിട്ട് 3 മണിയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം പലരും എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്, ഇതിനൊന്നും ഒരു പ്ലാനിങ് ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന. ശരിക്കും ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും ലോകം മുഴുവൻ നമ്മളോട് സപ്പോർട്ടായിട്ട് നിൽക്കും. ശരിക്കും ഞാൻ വിചാരിച്ചാൽ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തത്തില്ല. ഇത് അനേകർ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എയർടെൽ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നു. ആ പരിപാടിക്കകത്ത് എനിക്കറിയാൻ കഴിഞ്ഞത് ഹർദിക് പാണ്ഡ്യയോ സൂര്യകുമാർ യാദവോ സഞ്ജു സാംസൺ, ഈ 3 പേരായിരുന്നു. അതിൽ അവർ
സഞ്ജു സാംസനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അപ്പം അവരുടെ ടീം നമ്മളെ കാണണം എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മാനേജർ ഇപ്പോൾ കുറച്ച് മുമ്പേ കൂടി എനിക്ക് മെസ്സേജ് അയച്ചു. അവരും ഭയങ്കര ഹാപ്പിയാണ്. അവരും പറയുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് അവർക്കിടയിൽ ലൈഫിൽ, സഞ്ജു ചേട്ടൻ്റെയും ലൈഫിൽ നമ്മളെപ്പോലെയുള്ളവരെ കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. അദ്ദേഹം ആ 1.5 മണിക്കൂർ ആ തിരക്കിനിടയ്ക്ക് നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുമ്പം അദ്ദേഹം പോകാനായിട്ടുള്ളൊരു ധൃതിയൊന്നുമല്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു പോകാൻ നേരത്തും അദ്ദേഹത്തിന് പോകണമെന്നില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചു. എനിക്ക് കിട്ടിയ ഏറ്റവും വലുതെന്ന് വെച്ചാൽ എനിക്ക് ഓരോ ഓവർ ബോൾ ചെയ്തു തന്നു. എന്നെ കൊണ്ട് ബാറ്റ് ചെയ്യിച്ചു. പിള്ളേർക്ക് ക്യാച്ചിങ് പ്രാക്ടീസ് കുറേ നേരം കൊടുത്തു. അപ്പോൾ എൻ്റെ ചെറിയ മോനുണ്ട്, അപ്പോൾ അവനിങ്ങനെ ബോളുമായിട്ട് അടുത്തില്ലല്ലോ. അപ്പോൾ അവൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ അവസാനം ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് നിൽക്കുമ്പം അവൻ ഈ ബോളുമായിട്ട് ഓടിപ്പോവുക. അപ്പോഴത്തേക്കിന് ഫോട്ടോ എടുക്കുന്ന ആളോ നിൽക്കി ഫെറാനും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് സഞ്ജു ചേട്ടൻ തന്നെ അവനെ വിളിച്ച് നിർത്തി ഇങ്ങനെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സ്റ്റാഫുകളാണേലും അവർ എനിക്ക് സത്യം പറഞ്ഞാൽ അവരൊക്കെ, ഞാൻ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് അവരൊക്കെ കരയുക. പലരും അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അവർ പറയും അവരും കാരണം അവർ നമ്മുടെ ഒരു ഫാമിലി പോലെ, നമ്മളവരെ അതുപോലെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കും, അവർ കണ്ടില്ലേലും അവർ കണ്ട ഫീൽ അവർക്കെല്ലാം വന്നത്. അപ്പോൾ ഞങ്ങളിത് അടുത്ത ദിവസം തന്നെ ആദ്യം പറഞ്ഞ ടീമുമായിട്ട് ഗോവയ്ക്ക് വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവിടെ അതിലെല്ലാം ഞാനിപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ പേജിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്തിട്ടുണ്ട്. കാരണം ഇത് കാണുമ്പം ബാക്കിയുള്ളവർക്കൂടെ ഇതൊരു പ്രചോദനമാകട്ടെ. കാരണം ആരെങ്കിലുമൊക്കെ ഇനി അവരുടെ സ്റ്റാഫുകളെയും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകട്ടെ. വലിയൊരു സന്തോഷമായിരിക്കും അവരുടെ കുടുംബങ്ങൾക്ക്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അവരൊരു നല്ല വീട്ടിൽ താമസിക്കുക, നല്ല വാഹനം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരും ഇപ്പോൾ ഒരു വിദേശയാത്ര നടത്തുക, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമാണ് കേട്ടോ. ഞാനിതൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാഞ്ഞ സമയത്താണ് നമ്മളിതൊക്കെ ആഗ്രഹിച്ചത്. ഞാനൊരു 10,000 രൂപ സാലറി ജോലി സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഞാൻ ചെറിയൊരു പൈസയ്ക്കാണ് നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് ഒരു സ്റ്റാഫേ ഉള്ളായിരുന്നു. ഇന്ന് നമ്മൾ ഏകദേശം 25 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഹാർഡ് വർക്കല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷിക്കണം. പിന്നെ സഞ്ജു ചേട്ടനെ കേരളം മുഴുവൻ സ്നേഹിക്കണം. അതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ആ കമൻട്രി ബോക്സിൽ ഇരുന്നിട്ട് കമൻറ്റേറ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടുകളെയും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെ ഷോട്ടുകളോടൊക്കെ ഉപമിച്ചുകൊണ്ട് പറയുകയും സഞ്ജുവിൻ്റെ ക്ലാസ്സിനെക്കുറിച്ചും സഞ്ജുവിൻ്റെ പെർഫോമൻസിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓരോ ഡ്രൈവുകളെക്കുറിച്ചും ഇങ്ങനെ ഇവർ പറയുന്ന കേൾക്കുമ്പോൾ അന്നേരത്തേക്കിനാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണമെല്ലാം പോയി, ഉറക്കമെല്ലാം പോയി. അപ്പോൾ ഇതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും? പടക്കം പൊട്ടിച്ച്, എനിക്ക് അങ്ങനെ പടക്കമൊന്നും പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ വെറുതെ കുറേ പൈസ കളയാം. അപ്പം നമ്മൾ കൂടെ നിൽക്കുന്നവർക്കൊരു സന്തോഷം പങ്കിടാം. ക്വാർട്ടറിൽ നമ്മൾ എല്ലാവർക്കും 500 വെച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെമിയിൽ 1000 വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഫൈനലിൽ 2000 വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ 3500 രൂപ വെച്ച് ഒരാൾക്ക് വെച്ച് കൊടുത്തു. അതിൻ്റെ കൂടാതെ ഈ വിമാനത്തിലേക്കുള്ള യാത്രയും കൂടെ ഓഫർ ചെയ്തിട്ടുണ്ട്. വിമാനയാത്രയും ഓഫർ ചെയ്തു. ഇപ്പം നമ്മൾ 8 പേരായിട്ട് പോവുകയാണ്. വേറൊരു വലിയ പ്രോഗ്രാം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. IPL വരുവാണ്. IPL സഞ്ജു ചേട്ടൻ മാൻ ഓഫ് ദ മാച്ച് ആകുന്ന ഒരു കളി മാൻ ഓഫ് ദ മാച്ച് ആയാൽ ഓരോ തായ്ലൻഡ് ടിക്കറ്റ് നമ്മുടെ സ്റ്റാഫിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അവർ വിദേശയാത്ര ചെയ്യാത്തവരാണ് എല്ലാവരും. അപ്പം ഞാനും ഒരു 2 കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് വിദേശയാത്ര പോകുന്നത്. അതിന് മുമ്പ് പോയിട്ടില്ല. 2 കൊല്ലം മുമ്പ് ഞാൻ ഇപ്പം കുറച്ച് കൺട്രീസിലൊക്കെ പോയി. അപ്പോൾ ഞാൻ ഈ പോകുമ്പോൾ എനിക്ക് ആഗ്രഹമാണ് എൻ്റെ സ്റ്റാഫുകളൊക്കെ ഈ രാജ്യങ്ങൾ കാണണം. അപ്പം ഞാൻ സഞ്ജു ചേട്ടൻ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊരു ട്രാവൽ ഏജൻസി ആയിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. 14 കളിയാണുള്ളത്. ഒരു 10 കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആവുമെന്നാണ് എൻ്റെ ഒരു ഉള്ളിലെ വിശ്വാസം. ഓൾറെഡി 10 ടിക്കറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്തു. ഏതായാലും ഈ സഞ്ജു നേരിട്ട് കണ്ടപ്പോൾ തന്നെ എന്താണ് ഷെയ്ക്കാൻ്റെ തന്നില്ലേ? അപ്പോൾ എന്ത് തോന്നി? ഷെയ്ക്കാൻഡ് തന്നു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റ് ചോദിച്ചു തൊട്ടോട്ടെ എന്ന്. പുള്ളി അത് കഴിഞ്ഞ് ആ വീഡിയോയ്ക്കകത്ത് മൊത്തം ഇല്ല, നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അവസാന ഭാഗത്തെ കാണിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒത്തിരി സംസാരിക്കാൻ അവസരം കൊടുത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞു ചോദിച്ചു. ഇങ്ങനെ പൈസയൊക്കെ സ്റ്റാഫിനെ കൊടുത്തതിൽ സന്തോഷം പങ്കിട്ടോ അദ്ദേഹം? പിന്നെ പുള്ളിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേട്ടനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല, അങ്ങനെയെല്ലാം പറഞ്ഞു. അത്രത്തോളം സിമ്പിളാണ്. നമ്മുടെ അടുത്ത് വരുന്നു അല്ലേ, കണ്ടു, കുടുംബാംഗങ്ങളുമായിട്ട് ആയിട്ട് ചിലവഴിക്കുന്നു അല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ശരിക്കും ആ 1.5 മണിക്കൂർ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് അദ്ദേഹം. അത്ര ഒരു ഹൈറ്റ്സ് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം പക്ഷേങ്കിൽ ഭയങ്കര ഡൗൺ ടു എർത്താണ്. ഡൗൺ ടു എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ഒരു ചേട്ടനല്ല, നമ്മുടെ ഒരു അനിയൻ, നമ്മുടെ കുടുംബത്തിലെ ഒരാൾ വന്നിട്ട് പോയ അതേ ഫീലേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. വന്നപ്പം ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെയൊന്നുമില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ളവരും ഒക്കെ അവരെല്ലാം ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം അവർക്കൊക്കെ. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ചേട്ടൻ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്, ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു? അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ വിചാരിച്ച് ഇതൊക്കെ നടക്കുമോ?
ഞാനൊരു സാധാരണ ഒരു നാട്ടിൻപുറത്തൊരു ഗ്രാമത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഈ രീതി മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ സ്റ്റാഫുകളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണം. നമ്മൾ ഡ്രീം കാണാനായിട്ട് നമുക്ക് പൈസ വേണ്ട, പക്ഷേ ഡ്രീം കാണാൻ നമുക്ക് വിഷൻ വേണം. ഞാൻ 1.5 ലക്ഷം രൂപയിൽ തുടങ്ങിയൊരു ബിസിനസ്സാണ് 13 കൊല്ലം മുമ്പ്. 25 കോടിയുടെ ടേൺ ഓവർ നിൽക്കുന്നു. ഞാൻ ഈ ഗ്രാമത്തിൽ ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. ഞാൻ ഈ കട തുടങ്ങുന്നതിന് പലരും വിളിച്ചപ്പോൾ, ഞാൻ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇവിടെ കട തുടങ്ങുന്നത്. എന്നോട് നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു തോർത്ത് വിൽക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾ, നിങ്ങൾ എൻ്റെ പാർക്കിംഗ് വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ, ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലയിൽ നിന്നുള്ള വണ്ടികൾ നമ്മുടെ പാർക്കിംഗ് കിടപ്പുണ്ട്. ഈ ഗ്രാമത്തിൽ കട നിറച്ച ആളുകളുണ്ട്. നമുക്ക് ഇത്രയും സ്റ്റാഫുകൾ ഈ ഗ്രാമത്തിലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു വിഷൻ ഉണ്ടാകണം. വിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തൊരു കാര്യം. ഇപ്പോൾ ഇദ്ദേഹത്തെ കാണണം, ഇദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതല്ലാതെ നമുക്കിതിനകത്ത് മാർക്കറ്റിംഗ് എന്നും നമുക്കങ്ങനെ ഒരു ഇത് ശരിക്കും റിയലായിട്ട് ഇത് വളരെ ചില ആളുകൾ ചുമ്മാ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചോദിട്ടെ, ഈ സഞ്ജുവിനോട് എത്രത്തോളം ആരാധന എന്നു മുതലാണ് അത് തുടങ്ങിയത്? ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. ഞാനിപ്പം എവിടെയോ പറഞ്ഞിട്ടുണ്ടത്, കിറ്റ് വാങ്ങിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇടയ്ക്ക് പറ്റാതെ വന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് കളിയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. നെറ്റ്സിലൊക്കെ പോയിട്ട് അവിടെ രജിസ്ട്രേഷൻ ഫീസൊക്കെ എത്രയാണെന്ന് ചോദിക്കും. നമുക്ക് പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്ന് കളി കാണും. അപ്പോഴും നമ്മൾ ഈ കളിക്കുന്ന എൻജോയ് ചെയ്യാൻ അവർ കാണുന്നതൊക്കെ ആണ്. അങ്ങനെ സഞ്ജു ഇന്ത്യൻ ടീമിൽ വരുന്നൊരു സമയത്ത് എന്താ പറയുന്നത്, നമ്മൾ കളിക്കുന്നൊരു ഫീൽഡിലേക്ക് നമുക്ക് അങ്ങനെ വന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, ഭയങ്കര ആരാധനയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആരാധനയെന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞു, സഞ്ജേട്ടൻ ക്രീസ് നിൽക്കുമ്പം ഞാൻ ഇടയ്ക്ക് പാടൊക്കെ ചെയ്ത് നിൽക്കും. അപ്പം പുള്ളി നിൽക്കുമ്പം നമ്മളവിടെ നിൽക്കുന്നൊരു ഫീലാണ്. അപ്പോൾ പുള്ളി ഒരു പ്രാവശ്യം ഔട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ, എന്താ ഷോട്ട് എടുത്ത് ഔട്ടായത്. ക്രിക്കറ്റാണല്ലോ, ക്രിക്കറ്റ് കളിക്കുന്നവർക്കറിയാം എത്ര ക്ലാസ്സുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും. ഇപ്പം മർവൻ അട്ടപ്പെട്ടുകൊണ്ട് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയറിയാം, ആദ്യത്തെ 10 കളിയാണ്ട് പുള്ളി 2 അക്കം കണ്ടിട്ടില്ല. അപ്പോൾ സച്ചിൻ തന്നെ ഒരു സെഞ്ചുറി അടിച്ചത് എത്രയാണ്, 80ാമത്തെ 85ാമത്തെ മാച്ചിലാണ് ഒരു സെഞ്ചുറി അടിച്ചത്. പിന്നെ ഓരോരുത്തരുടെ സ്ട്രൈക്ക് റേറ്റും ബാറ്റിംഗ് ആവറേജും ഒക്കെ പ്രമുഖരുടെ എടുത്ത് നോക്കി അറിയാം. അതിലൊക്കെ ബെറ്റർ ആവറേജ് വണ്ടിയിലുണ്ട് സഞ്ജു ചേട്ടന്. പക്ഷേങ്കിൽ ചാൻസ് കിട്ടാമെന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ലക്കാണ്. കാരണം അത്രയും പേര് നിൽക്കുന്ന സമയത്ത് നമുക്ക് ബാക്കപ്പിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു വേൾഡ് നോക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹൈ സീസയുടെ നോക്കൗട്ട് ഭയങ്കര ഹൈ പ്രഷർ ഗെയിമാണ്. ഈ നോക്കൗട്ടിൽ 3 കളി കണ്ടിന്യൂസ് ഇന്ത്യയെ വിജയിപ്പിക്കുക എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ ICC നോക്കൗട്ടുകൾ ഇന്ത്യ അടിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. പഴയൊരു ഇന്ത്യയുടെ വേൾഡ് കപ്പ് നമ്മളൊക്കെ കരഞ്ഞൊരു വേൾഡ് കപ്പുണ്ട്. സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ അന്ന് അവർ 361 എടുത്തെന്ന് തോന്നുന്നു. ആ ഓസ്ട്രേലിയയോട് നമ്മൾ തോക്കുന്നൊരു കളി. അന്നൊക്കെ നമ്മളിവിടെ സച്ചിൻ, സെവാങ്, ഗാംഗുലി ഇവരൊക്കെ ഉണ്ടായിരുന്നു. സെവാങ് 80 സംതിങ് അടിച്ചു. ബാക്കി ആർക്കും ഒരു പെർഫോമൻസ് അന്നെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അന്നൊക്കെ നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു നോക്കൗട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും കാല് ഇടറാറുണ്ട്. കാരണം അത്രയും പ്രഷറാണ് അവിടെ വരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു നോക്കൗട്ടിൽ അതിന് പ്രീവിയസ് ഒരു എൻറ്റയർ സീരീസിൽ ഫോം ഇല്ലാതെ നിന്നിട്ട് നോക്കൗട്ടിൽ വന്നിട്ട് പെർഫോം ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, അദ്ദേഹം എന്നാ പറയുന്നത്, ഇന്ത്യയുടെ ടോപ്പിലെത്തി. നമ്മൾക്കപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറയാൻ പറ്റില്ല. അതാണ് ഈ IPL 14 മത്സരം അല്ലേ, 14 മത്സരമാണുള്ളത്. സഞ്ജു ചേട്ടൻ എത്ര മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആവുമോ അത്രയും തായ്ലൻഡ് ടിക്കറ്റ് നമ്മുടെ സ്റ്റാഫിന് വേണ്ടി നമ്മൾ ഓൾറെഡി 10 എണ്ണത്തിൽ സഞ്ജു ചേട്ടൻ മാൻ ഓഫ് ദ മാച്ച് ആവുമെന്നുള്ള ഉറപ്പോടെ ഞാൻ 10 ടിക്കറ്റ് ഓൾറെഡി നമ്മളുമായിട്ടുള്ള ട്രാവൽ ഏജൻസി വിളിച്ച് ഓൾറെഡി ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ആ റേറ്റ് കിട്ടും ഇപ്പോഴേ പറയുകയാണെങ്കിൽ. അപ്പോൾ 14 എണ്ണത്തിൽ 10 എണ്ണത്തിൽ മാൻ ഓഫ് ദ മാച്ചുമായി പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റുമായിട്ട് വരും ഈ IPL. അപ്പം ഞാൻ സഞ്ജു ചേട്ടൻ എവിടെ നിൽക്കുന്നു അവിടെയാണ് നമ്മൾ ഫുള്ള് സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മലയാളി ഇന്ന് ലോകത്തിൻ്റെ നെറുകെ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് അയക്കാനുള്ള സ്വപ്നം സഞ്ജു ചേട്ടൻ മൂലം ഓക്കെ അല്ലേ? ഓക്കെ ഫീലല്ലേ? എന്തെങ്കിലും പറയാണ്ടേ പറ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിതിൻ ചേട്ടൻ സഞ്ജു ചേട്ടനെ ഒന്ന് കാണണം എന്നുള്ളത്. അത് പെട്ടെന്ന് സാധിച്ചെടുത്തു. പിന്നെ സഞ്ജു ചേട്ടൻ കാരണം ഞങ്ങൾക്ക് ഗോവയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് 8 പേർക്ക് അവസരം ഉണ്ടായി. ടിക്കറ്റ് ഒക്കെ എടുത്തു. പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഗോവയ്ക്ക് പോവാ. 18 വർഷം ഞാൻ ജോലി ചെയ്യുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഇതില്ല. നല്ലപ്പോൾ പറ്റി. പിന്നെ നിതിൻ ചേട്ടനോട് ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾ നിതിൻ ചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ ഈ ഇത്രയും വർഷം ഞാൻ പല ടെക്സ്റ്റൈൽസിലും നിന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും ഇതാദ്യമായിട്ടാണ്. ശരിക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാഷനായിട്ടുള്ള ക്രിക്കറ്റ് അത് നിങ്ങളും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പം സന്തോഷം, വളരെ സന്തോഷം.
ഇപ്പോഴും സഞ്ജുവിനെ നേരിട്ട് കണ്ടതിനുള്ള ആ എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അദ്ദേഹം താൻ സ്വപ്നം കണ്ടതുപോലെ സഞ്ജു നേരിട്ട് മുന്നിലേക്ക് വരികയായിരുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കാൻ പറ്റുമോ അത്രത്തോളം ആഗ്രഹിക്കുക, നിങ്ങളുടെ ആ ആഗ്രഹം ഒരിക്കൽ സഫലമാകും. അതുതന്നെയാണ് ഈ ക്രിക്കറ്റ് ആരാധകന്, സഞ്ജുവിൻ്റെ ആരാധകന് സംഭവിച്ചത്. സഞ്ജു നേരിട്ട് ഈ ആരാധകനെ കാണാൻ എത്തുകയായിരുന്നു. നിതിൻ ബാബു ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കടയിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമെല്ലാം സഞ്ജുവിനെ കണ്ടതിലുള്ള വലിയ സന്തോഷമാണ് ഇപ്പോൾ നമ്മളോട് പങ്കിട്ടത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.